ഒരു കാർഡ്ബോർഡ് ബോക്സ് കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു പെൻ ഹോൾഡർ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു കാർഡ്ബോർഡ് ബോക്സ് വേണം. ഏത് കാർഡ്ബോർഡ് ബോക്സ് ആയാലും കുഴപ്പമില്ല, പക്ഷേ ഒരു പേനയുടെ ഒക്കെ ഒരു വലിപ്പം തന്നെ വേണം, ഇല്ലെങ്കിൽ അത് ഒത്തിരി വലിപ്പമായി പോകത്തില്ലേ. അപ്പം അതിന്മേൽ ഒന്ന് വൈറ്റ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പം സാധാ ബോണ്ട് പേപ്പറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പ്രിൻറ്റഡ് പേപ്പറിനേക്കാളും കുറച്ചുകൂടെ ഭംഗി ഇങ്ങനത്തെ വൈറ്റ് കളർ ബോണ്ട് പേപ്പർ ഒട്ടിക്കുന്നതെന്ന് തോന്നി. ഇതാകുമ്പം നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ്, കിട്ടുന്ന ഐറ്റംസുമാണ്. ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പുറം ഭാഗം കാണുന്നതുകൊണ്ട് അവിടേക്ക് ഒരു ചെറിയ ഒരു പ്രിൻറ്റഡ് പേപ്പർ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്. ഇത് ഒരു ഷീറ്റിന് ഒരു 20 രൂപ സംതിങ്ങേ ഉള്ളൂ. അതൊന്ന് അകത്തുകൂടി ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ പെൻ ഹോൾഡർ റെഡിയായി. ഇനി വേണ്ടത് കുറച്ച് അലങ്കോല പരിപാടികളാണ്. അതിന് വേണ്ടിയിട്ട് വാഷി ടേപ്പ് എടുത്തിട്ടുണ്ട്. ഇതേ കണക്കൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. ഇപ്പം തന്നെ നമ്മുടെ പെൻ ഹോൾഡറായി. എന്നിട്ടും എന്തോ കുറവുള്ള പോലെ തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കവായി സ്റ്റിക്കേഴ്സ് മേടിച്ചിട്ടില്ലായിരുന്നു, അപ്പോൾ അത് കുറേ ഉള്ളതുകൊണ്ട് എവിടെയെങ്കിലും ഒട്ടിച്ച് തീർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഇവിടെയും ഒട്ടിച്ച് തീർക്കാമെന്ന് വിചാരിച്ചു. റാൻഡമായിട്ട് അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. മൊത്തത്തിൽ ഒട്ടിച്ച് ചെയ്യുമ്പോഴേക്കും നല്ല ക്യൂട്ടായിട്ടുള്ള ലുക്കായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അതും നമ്മുടെ ട്രാൻസ്പെറൻറ്റ് പെൻ ഹോൾഡറും കൂടി ആകുമ്പോഴേക്കും ക്യൂട്ട്നെസ് കുറച്ചുകൂടി കൂടും. നമ്മൾ നോർമൽ പെൻ ഹോൾഡർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഇച്ചിരി വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ പെൻ ഹോൾഡറിൻ്റെ പണി കഴിഞ്ഞുകൊണ്ട് അതിലേക്ക് നമ്മുടെ പേനയൊക്കെ ഇട്ട് നോക്കി എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. അപ്പോൾ എന്തോ കുറവുള്ള പോലെ തോന്നിയുകൊണ്ട് കുറച്ചും കൂടി സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സ്പേസ് ഉള്ളിടത്തൊക്കെ കുറേ കൂടെ സ്റ്റിക്കേഴ്സ് അങ്ങ് ഒട്ടിച്ചു കൊടുത്തു. ഇപ്പം നമ്മുടെ പെൻ ഹോൾഡർ കുറേ കൂടെ ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പെൻ ഹോൾഡറായിട്ട് യൂസ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഡെസ്ക് ഓർഗനൈസറായിട്ട്, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയേക്കണം, പിന്നെ ലൈക്ക് കൂടി ചെയ്തേക്കണം.